The number you have dialed is currently busy. Please try later. ഹലോ, നീ ഇത് എവിടാ? ഇന്നലെ തൊട്ട് എത്ര വട്ടമായിട്ട് ഞാൻ നിന്നെ വിളിക്കുക. ഇത് ചോദിക്കാൻ വേണ്ടിയാണ് ഇത്ര അത്യാവശ്യപ്പെട്ട് വിളിച്ചോണ്ടിരുന്നത്. അതല്ല ജോ, ഇന്നലെ ഉച്ചയ്ക്ക് മെസ്സേജിന് ശേഷം പിന്നെ നിന്റെ ഒരു അറിവ് ഉണ്ടായിരുന്നില്ലല്ലോ. എവിടാന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് വിളിച്ചയാ. ഇന്നലെ എനിക്കൊരു ക്ലൈം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ലേറ്റായി. സിനിമ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കോള് കട്ട് ചെയ്താൽ പിന്നെ തിരിച്ചു വിളിക്കരുത്. ഞാൻ നിന്റെ കോള് കണ്ടിട്ടല്ലേ കട്ടാക്കുന്നേ. അപ്പൊ ഞാൻ തിരക്കിലാണെന്നുള്ളത് നിനക്ക് ചിന്തിച്ചൂടെ? ഫ്രീ ആവുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കാം അങ്ങോട്ട്. സോറി, ഐ ജസ്റ്റ് വോണ്ട് ടു നോ. ഓക്കെ, ലീവ് ഇറ്റ്. നീ കഴിച്ചായിരുന്നോ? ഇല്ല, നേരത്തെ അറിയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. സോ ഞാൻ ഓഫീസിലേക്ക് പോകും. നീ ഓഫീസിലാണെന്നല്ലേ പറഞ്ഞേ? പിന്നെ അതാരാ? ഞാൻ ഓൾറെഡി പറഞ്ഞു. Stay in your life. And by the way, നീ ഈടായിട്ട് ഭയങ്കര ടോക്സിക് ആണ്. കുറെ വട്ടായി പല കാര്യങ്ങളും ഞാൻ നിന്നോട് പറയും. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇനി നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, കേൾക്കുന്നുണ്ട്. നീ തിരക്കാന്നല്ലേ പറഞ്ഞേ? വെച്ചോ, ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി. എവിടാ? എന്ത് ചെയ്യുക? കഴിച്ചോ? I know how to take care of myself. Did you get me? ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടതെന്ന് വരെ ചിന്തിക്കേണ്ടി വരും. I can't tolerate all these silly things. എവിടാ? ഞാൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്നു. എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്താ നിന്റെ സൗണ്ട് വല്ലാതിരിക്കുന്നത്? അജി വിളിച്ചിരുന്നോ? ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. വേണ്ട, ഓഫീസിൽ പോകാൻ ഇറങ്ങിയതല്ലേ, വിളിച്ചാൽ മതി. എന്നാ നീ എന്തായാലും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, ഓഫീസിലേക്ക് പോകും. വൈകിട്ട് മീറ്റ് ചെയ്യാം. നോക്ക് നിമ, ഈ റിലേഷൻ കൊണ്ട് നിന്റെ ജീവിതം അല്ല തീരുന്നത്. ജസ്റ്റ് ഒരു ബ്രേക്കപ്പ് മാത്രമാണ്. അത് ഓവർകം ചെയ്യാൻ എത്രയോ വഴികളുണ്ട് നിന്റെ അടുത്ത്. ബ്രേക്കപ്പ് മീൻസ് നത്തിങ് എന്നാണോ? നത്തിങ് എന്നാണെന്നല്ല ഇവിടെ ആരും പറഞ്ഞത്. ഞാനിത് അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമല്ല ഇഷ. പക്ഷെ നിനക്കറിയാലോ, അജു എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എല്ലാ അജുവായിരുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം ഞാൻ അവന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചത്. ഇത്രയും നാൾ ഞാൻ അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്. പെട്ടെന്നൊരു ദിവസം അതൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇഷ. അങ്ങനെ എന്നിട്ട് നിനക്ക് എന്താ കിട്ടിയത്? ടോക്സിക് എന്ന പേര്. ടോക്സിക്, അതാണല്ലോ ഇപ്പം എനിക്ക് അവൻ തന്ന ടൈറ്റിൽ. ഒരു കാലത്ത് ഞങ്ങൾ രണ്ടും ഇതെല്ലാം എൻജോയ് ചെയ്ത കാര്യങ്ങൾ തന്നെ. ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഒരാളെ കണ്ടപ്പം എന്നെ വേണ്ട എന്ന് വെച്ച് പോകാനുള്ള റീസൺ ആക്കി ഇതെടുത്ത് പറയുന്നതിലാണ് എനിക്ക് സങ്കടം മൊത്തം. നീ എന്തിനാണ് അവൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നത്? നിനക്ക് മാറാൻ അറിയില്ലേ? അവൻ ചിന്തിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ മാത്രമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അവൻ പറയുന്ന പോലെ ഞാൻ എന്താ ടോക്സിക്കായി ചെയ്തേ? നീ എന്തിനാ ടോക്സിക് ആണെന്ന് ചിന്തിക്കുന്നേ? നിന്നെ ഒഴിവാക്കി പോകാൻ നിൽക്കുന്നൊരാൾക്ക് ഒരു റീസൺ മാത്രമാണ്. എനിക്ക് അവൻ ചിന്തിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇഷ. നീ വെറുതെ അവൻ പറയുന്ന എല്ലാം അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. ടോക്സിക്കോ ഓവർ കെയറോ എന്തോ ആയിക്കോട്ടെ,
അങ്ങനെ ഒഴിവാക്കി പോകാൻ നിൽക്കുന്ന ആൾ പോട്ടെ എന്ന് തന്നെ വിചാരിക്കണം. എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല. ഒരു പക്ഷെ ജീവിതത്തിൽ ഒരു ഫേസ് ഉണ്ട്. എനിക്കറിയാം ഞാൻ നാളുകളായി ഞാൻ ചീറ്റ് ചെയ്യപ്പെടുവാണെന്നോ അല്ലെങ്കിൽ ഞാനെല്ലാം മറ്റൊരാളുടെ ലൈഫിലുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിപ്പോഴും നിൽക്കുന്നത്. പക്ഷെ എന്തുമായിക്കോട്ടെ എനിക്ക് പറ്റുന്നില്ല. ഇത്രയും നാളും ഞാൻ ചെയ്തൊരു കാര്യം നിർത്തി എനിക്കതിൽ നിന്ന് ഓവർകം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഇഷ. മനുഷ്യനാണ്, മറക്കാൻ സമയം എടുക്കും. Just go with the flow. ഇങ്ങനെ ഇമോഷണലി കരഞ്ഞ് ഡെസ്പായിരിക്കുന്ന നിമയല്ല ഞാൻ കണ്ടിട്ടുള്ളത്. എവിടെ നിൻ്റെ ഡ്രീംസ്, ഗോൾസ് അതൊക്കെ ഈ റിലേഷൻഷിപ്പ് പോയതോടെ നീ വേണ്ടെന്ന് വെച്ചോ? നീ ആരായിട്ട് അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചേ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ലീവ് ഫോർ യുവർ ഡ്രീംസ് നിമ. ഹലോ മിസ്റ്റർ ഡയറക്ടർ. യെസ് ബോസ്. താങ്കൾ എന്ത് ചെയ്യുന്നു? ഓൺ പ്രൊഡക്ഷൻ നമ്പർ 2.